ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ബൂം കാർഡ്സിനെ പറ്റിയാണ്. സ്പീച്ച് തെറപ്പിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, ടീച്ചേഴ്സ്, പേരൻസ് ഇവർക്ക് എല്ലാവർക്കും തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ബൂം കാർഡ്സ്. ചിലരെങ്കിലും ബൂം കാർഡ്സ് ഒരു ഡെയിലി ബേസിസിൽ ടെലിതെറപ്പി സെഷൻസിലും ഓൺലൈൻ ക്ലാസ്സസിലും ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാകാം. എന്നാൽ ബൂം കാർഡ്സിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണ് ബൂം കാർഡ്സ്? നമ്മൾ യൂഷ്വലി നമ്മുടെ തെറപ്പി സെഷൻസിലും നമ്മുടെ ക്ലാസ് റൂംസിലും ഒക്കെ ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഫ്ലാഷ് കാർഡ്സ് നമുക്ക് ടെലിതെറപ്പി സെഷൻസിലും ഓൺലൈൻ ക്ലാസ്സസിലും അത്ര എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ ബൂം കാർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലാഷ് കാർഡ്സിൻ്റെ സെയിം ഫംഗ്ഷൻ തന്നെ നമുക്ക് ടെലിതെറപ്പി സെഷൻസിലും ഓൺലൈൻ ക്ലാസ്സസിലും യൂസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സൈറ്റാണ് ബൂം ലേണിംഗ്. അതിൽ അവർ അവൈലബിൾ ആക്കിയിട്ടുള്ള കാർഡ്സാണ് ബൂം കാർഡ്സ്. ബൂം കാർഡ്സ് നമ്മൾ യൂഷ്വലി ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു കൺസെപ്റ്റ് ടീച്ച് ചെയ്യാനും അത് അസസ് ചെയ്യാനും ബൂം കാർഡ്സ് വെച്ചിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ബൂം കാർഡ്സ് ചിലർക്കെങ്കിലും ബൂം കാർഡ്സിനെ പറ്റി അറിയാം, പക്ഷേ അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ബൂം കാർഡ്സ് ക്രിയേറ്റ് ചെയ്യണം എന്ന് അറിയാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഏതൊരു കാര്യവും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽറ്റി ഉണ്ട്. നമ്മൾ ഒന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കിയാൽ ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുമ്പം അതിൻ്റെ ഡിഫിക്കൽറ്റി നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ ഓപ്ഷൻസും യൂസ് ചെയ്യാനും ഒക്കെ നമുക്ക് അറിയത്തില്ലായിരുന്നു. നമ്മളത് പതുക്കെയാണ് പഠിച്ചു വന്നത്. അതുപോലെ തന്നെയാണ് ബൂം കാർഡ്സും. അതേ ഒരു ഡിഫിക്കൽറ്റി തന്നെ ബൂം കാർഡ്സിനും ഉള്ളൂ. വൺസ് നമ്മൾ ബൂം കാർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വളരെ എളുപ്പമാണ്. നമ്മുടെ തെറപ്പിയുടെ ഗോൾസ് ബേസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ബൂം കാർഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ബൂം കാർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് നമ്മുടെ ടെലിതെറപ്പി സെഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, സോ അതാണ് ഞാനിന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. 2 ആക്ടിവിറ്റീസാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒന്നൊരു മാച്ചിങ് ആക്ടിവിറ്റി, രണ്ടാമത്തേത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി. സോ ഈ 2 ആക്ടിവിറ്റീസിനും വേണ്ടി വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ബൂം കാർഡ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ബൂം കാർഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സെർച്ച് എഞ്ചിനിൽ ബൂം ലേണിംഗ് എന്ന് സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ഫസ്റ്റ് റിസൾട്ടാണ് ബൂം കാർഡ്സിൻ്റെ വെബ്സൈറ്റ്. അത് ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. ഇതിൽ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, മേക്കേഴ്സ് അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. പേജ് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ അതിൻ്റെ ട്യൂട്ടോറിയലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും നമ്മളിപ്പം നോക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ബേസിക്കായിട്ട് ഒരു സെറ്റ് ഓഫ് ബൂം കാർഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പം നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ മുകളിൽ സൈൻ ഇൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. സൈൻ ഇൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജ് ഓപ്പൺ ആകും. അതിലും ഐ എം എ സ്റ്റുഡൻറ്റ്, ഐ എം എ ടീച്ചർ, ഐ എം എ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ പക്ഷേ അതിൻ്റെ താഴെ ജോയിൻ ഫോർ ഫ്രീ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും ഐ എം എ സ്റ്റുഡൻറ്റ്, ഐ എം എ ടീച്ചർ എന്നുള്ള ഓപ്ഷനുണ്ട്. അതിൽ ഞാൻ ഐ എം എ ടീച്ചറാണ് സെലക്ട് ചെയ്യുന്നത്. ഐ എം എ ടീച്ചർ സെലക്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. അതിൽ നമ്മൾ ഏതൊരു സൈറ്റിലും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുത്തിട്ട് നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പം വേറൊരു പേജ് ഓപ്പൺ ആവും. ആ പേജ് നമ്മുടെ ഒരു പ്രൊഫൈൽ പോലെ തന്നെയാണ്. അതിൽ നമുക്ക് നമ്മുടെ പേര് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ പിക്ചർ കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പേജിലുള്ളത്. അതിന് മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. ക്ലാസ്സസ്, സ്റ്റോർ, സ്റ്റുഡിയോ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെപ്പോലെ തന്നെ പല പേരൻസും ടീച്ചേഴ്സും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബൂം കാർഡ്സിൻ്റെ സെറ്റ് കാണാനായിട്ട് പറ്റും. അതിൽ ഓരോ സെറ്റ് ഓഫ് ബൂം കാർഡ്സിൻ്റെയും താഴെ നോക്കിയാൽ ഇത്ര പോയിൻറ്റ്സ് എന്ന് കാണാൻ പറ്റും. 350 പോയിൻറ്റ്സ്, 250 പോയിൻറ്റ്സ്, 750 പോയിൻറ്റ്സ് അങ്ങനെ കാണാനായിട്ട് പറ്റും. അതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ്. പക്ഷേ ബൂം കാർഡ്സ് ഫ്രീ ആയിട്ടും അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ടുള്ള ബൂം കാർഡ്സ് കാണണമെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ഫ്രീ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അതിൽ ക്ലിക്ക് ചെയ്താൽ ഫ്രീ ആയിട്ടുള്ള ബൂം കാർഡ്സ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഫൈൻഡ് ഫ്രീ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ബൂം കാർഡ്സ് എല്ലാം തന്നെ അതിൻ്റെ താഴെ നോക്കിയാൽ 0 പോയിൻറ്റ്സ് ആണ് എഴുതിയിരിക്കുന്നത്. സോ അതൊക്കെയും തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ ആഡ് ചെയ്യാനും നമ്മുടെ സെഷൻസിൽ ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് സ്വന്തമായിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു സെറ്റ് ഓഫ് ബൂം കാർഡ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റോറിൻ്റെ ഇപ്പുറത്തുള്ള സ്റ്റുഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ അതിൽ കാണും. താഴേക്ക് വരുമ്പം 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ മേക്ക് ഡെക്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ താഴെയായിട്ട് അവർ തന്നെ ചെയ്തിട്ടേക്കുന്ന ഒരു സെറ്റ് ഓഫ് ബൂം കാർഡ്സ് ഉണ്ടാവും. അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നത് ന്യൂ ഡെക്ക് എന്ന് പറഞ്ഞിട്ട് മുകളിൽ തന്നെ ഒരു ഓപ്ഷനാണ് ഞാൻ ചെയ്യുന്നത്. ന്യൂ ഡെക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ന്യൂ ഡെക്ക് ക്ലിക്ക് ചെയ്യാം. സോ ന്യൂ ഡെക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ടെംപ്ലേറ്റ് കാർഡാണ്. ടെംപ്ലേറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ടെംപ്ലേറ്റ് കാർഡിൽ നമ്മൾ എന്താണോ ക്രിയേറ്റ് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും താഴേക്ക് നമ്മൾ ആഡ് കാർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം ഓരോ പ്രാവശ്യവും താഴേക്ക് ഈ ടെംപ്ലേറ്റ് കാർഡിൻ്റെ കോപ്പീസ് ആയിരിക്കും താഴേക്ക് വരുന്നത്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് കാർഡ്സിൽ മെയിനായിട്ട് നമ്മൾ എന്താണോ ചെയ്യാൻ കോമൺ ആയിട്ട് എല്ലാ കാർഡ്സിലും വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ് ടെംപ്ലേറ്റ് കാർഡിൽ നമ്മൾ കൊടുക്കേണ്ടത്. സോ ആദ്യം നമുക്ക് ടെംപ്ലേറ്റ് കാർഡ് ഡിസൈൻ ചെയ്യാം. ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മാച്ചിങ് ആക്ടിവിറ്റിയാണ്. അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു ഇമേജ് വേണം. അതിനുവേണ്ടി ലെഫ്റ്റ് സൈഡിൽ ഉള്ള ഓപ്ഷൻസിൽ നിന്ന് ഞാൻ ഇമേജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതെനിക്ക് റീസൈസ് ചെയ്യാനായിട്ട് പറ്റും. റീസൈസ് ചെയ്തു. അതിനുശേഷം എനിക്ക് വേണ്ടത് അതിൽ 7ാമത്തെ ഓപ്ഷനായിട്ടുള്ള മൾട്ടി പിക്ചർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. സോ അതും ഞാൻ ഈ ടെംപ്ലേറ്റ് കാർഡിലേക്ക് ഡ്രാഗ് ചെയ്തു. അത് നമുക്ക് റീസൈസ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. സോ അതും നമ്മുടെ ആവശ്യം അനുസരിച്ച് റീസൈസ് ചെയ്യാം. സോ ഓരോ പ്രാവശ്യവും ഞാൻ ആഡ് കാർഡ് കൊടുക്കുമ്പോൾ വരുന്നത് ഇതേ കാർഡിൻ്റെ കോപ്പീസ് ആയിരിക്കും. ഞാൻ ആദ്യത്തെ ഇമേജസിൽ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി. ആ ഡയലോഗ് ബോക്സിൽ എനിക്ക് ആവശ്യമുള്ള ഇമേജസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിലിപ്പോൾ കാണുന്നതൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടിരുന്ന ഇമേജസ് ആണ്. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഞാൻ ഓൾറെഡി ഒരു ഫോൾഡറിൽ എനിക്ക് ആവശ്യമുള്ള ഇമേജസ് ഞാൻ ഇട്ടിട്ടുണ്ട്. സോ അത് ഏതൊരു സൈറ്റിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇമേജസിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തു. അതിനുശേഷം ഈ മൾട്ടി പിക്ചർ ഓപ്ഷൻസിൽ വേണ്ടുന്ന ഓരോ സ്പേസിലും ഞാൻ എന്താണോ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അത് അപ്ലോഡ് ചെയ്തു. ഇനി അടുത്ത എൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ സ്റ്റുഡൻറ്റിന് ആൻസർ ചെയ്യാനായിട്ട്. സോ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ, ഏതൊക്കെയാണ് റോങ് ആൻസേഴ്സ് എന്ന് കമാൻഡ് അസൈൻ ചെയ്യുകയാണ് അടുത്ത സ്റ്റെപ്പ്. സോ അതിന് വേണ്ടിയിട്ട് ഈ മൾട്ടി പിക്ചർ ഓപ്ഷൻസിൽ ഓരോന്നും ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ റൈറ്റ് ഓർ റോങ് എന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. സോ ഒരു പ്രാവശ്യം ഫോർ എക്സാമ്പിൾ ഇവിടെ ബ്ലൂ ബോളാണ് തന്നിരിക്കുന്നത്. സോ അത് മാച്ച് ചെയ്തത് ബ്ലൂ കളറുമായിട്ടാണ്. സോ ഇതിൽ ബ്ലൂ ആണ് റൈറ്റ് ആൻസർ. സോ ഒരു പ്രാവശ്യം ഈ ബ്ലൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കറക്റ്റ് എന്നുള്ളത് റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക. ബാക്കി 3നും ഓരോ പ്രാവശ്യം യെല്ലോ, ഗ്രീൻ, റെഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഓരോ പ്രാവശ്യമായിട്ട് റോങ് എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക റൈറ്റ് സൈഡിൽ. സോ ഇപ്പം നമ്മൾ കറക്റ്റ് ആൻസറും റോങ് ആൻസറും അസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇത് മനസ്സിലാക്കാനായിട്ടൊരു എളുപ്പവഴിയുണ്ട്. നമ്മൾ കറക്റ്റായിട്ടാണോ ചെയ്തതെന്ന് അറിയാനായിട്ട് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ്റെ ചുറ്റും ഉള്ളത് ഒരു ഗ്രീൻ കളർ ഒരു ഔട്ട്ലൈൻ ആയിരിക്കും. ബാക്കി 3 റോങ് ആൻസേഴ്സിൻ്റെ ചുറ്റും റെഡ് കളർ ഔട്ട്ലൈൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ അത് നമ്മൾ അസൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് റീചെക്ക് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ കറക്റ്റായിട്ടാണോ റൈറ്റും റോങ്ങും അസൈൻ ചെയ്തേക്കുന്നതെന്ന് നമുക്ക് ഒന്ന് റീചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാർഡായിട്ട് ഒരു ന്യൂ കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മുടെ ക്യാപ്ഷൻ കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ അങ്ങനെ ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെയാണിത് വ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് സ്റ്റുഡൻറ്റ് ഇത് പ്ലേ ചെയ്യുന്നത് എന്ന് അറിയാനായിട്ട് മുകളിലുള്ള
5 ഓപ്ഷൻസിൽ 4ാമത്തെ പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്കത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് തന്നെ നമ്മുടെ ഡെക്ക് ഓഫ് കാർഡ്സ് ഒരു പ്രാവശ്യം പ്ലേ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. സോ നമുക്ക് അതൊന്ന് നോക്കാം. പ്രിവ്യൂവിൽ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ അൺടൈറ്റിൽഡ് ഡെക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമുക്ക് ഈ ഡെക്ക് റീനെയിം ചെയ്യാനും അതിനൊരു കവർ ഇമേജ് കൊടുക്കാനും പറ്റും. അതുപോലെ ഏതൊക്കെ ക്ലാസ്സസിനാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ട് ഉള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം പബ്ലിഷ് ഓപ്ഷനുണ്ട്. നമുക്ക് യൂഷ്വലി പ്രൈവറ്റ് പബ്ലിഷ് ആയിരിക്കും നമുക്ക് ആവശ്യമായിട്ട് വരിക. കാരണം നമ്മുടെ ഒരു പ്രൈവറ്റ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ട് പ്രൈവറ്റ് പബ്ലിഷ് ആസ് പ്രൈവറ്റ് എന്നുള്ള ഓപ്ഷനാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ ബാക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡെക്ക് ഓഫ് കാർഡ്സ് ആഡഡ് ആയിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. നമുക്കിനി ഒരു സെറ്റ് ഓഫ് കാർഡ്സ് കൂടെ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതിന് വേണ്ടിയിട്ട് വീണ്ടും ന്യൂ ഡെക്ക് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആയിട്ട് വരുന്ന പുതിയ പേജിൽ ടെംപ്ലേറ്റ് കാർഡുണ്ട്. ടെംപ്ലേറ്റ് കാർഡിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ഡിസൈൻ ചെയ്യാം. സോ എനിക്ക് ആദ്യം വേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഫസ്റ്റ് ടെക്സ്റ്റ് ഓപ്ഷൻ എനിക്ക് വേണം. അതിനുശേഷം എനിക്ക് വേണ്ടത് ഇമേജ് ആണ്. സോ അത് 3ാമത്തെ ഓപ്ഷനായിട്ട് ഇമേജ് ഉണ്ട്. അതിനുശേഷം എനിക്ക് വേണ്ടത് 2 ബട്ടണാണ് വേണ്ടത്, യെസ് ബട്ടൺ ആൻഡ് നോ ബട്ടൺ. സോ അത് 2ാമത്തെ ഓപ്ഷനാണ്. സോ ഈ 3 കാര്യങ്ങളാണ് എനിക്ക് ടെംപ്ലേറ്റ് കാർഡിൽ വേണ്ടത്. സോ അത് ഞാൻ എൻ്റെ ആവശ്യം അനുസരിച്ച് ഞാൻ അലൈൻ ചെയ്തു. അങ്ങനെ നമ്മുടെ ടെംപ്ലേറ്റ് കാർഡ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ആഡ് കാർഡ് കൊടുത്തു. ആവശ്യത്തിനുള്ള നമ്പർ ഓഫ് കാർഡ്സ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഓരോ കാർഡ് നമുക്ക് എഡിറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാം, ഇമേജ് ഇൻസേർട്ട് ചെയ്യാം, ബട്ടണിൽ യെസ് ഓർ നോയും നമുക്ക് അസൈൻ ചെയ്യാം. സോ ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ പോയിട്ട് ഓരോ ക്വസ്റ്റ്യനും യെസ് ആണോ നോ ആണോ കറക്റ്റ് ആൻസർ എന്നുള്ളത് നമ്മൾ കമാൻഡ് അസൈൻ ചെയ്യണം. അതിനുശേഷം നേരത്തെ പോലെ തന്നെ നമുക്ക് പ്രിവ്യൂ നോക്കാം. പ്രിവ്യൂവിലെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനലൈസ് ചെയ്യാം. അപ്പം നമ്മുടെ സ്റ്റുഡിയോയിൽ ഈ ഒരു ഡെക്ക് ഓഫ് കാർഡ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ബൂം കാർഡ്സ് ഞാൻ എങ്ങനെയാണ് എൻ്റെ സെഷനിൽ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഞാൻ 2 ലാപ്ടോപ്സ് വെച്ചിട്ടാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. സൂം കോളിൽ ഷെയർ സ്ക്രീൻ ഓപ്ഷനിൽ നമ്മുടെ ബൂം ലേണിങ്ങിൻ്റെ വെബ്സൈറ്റ് ഷെയർ ചെയ്യുക. അതിൽ നമുക്ക് ഏത് ബൂം കാർഡിൻ്റെ ഡെക്കാണോ യൂസ് ചെയ്യേണ്ടത് അതിൽ പ്രിവ്യൂ ഓണാക്കി ഇടുക. പ്രിവ്യൂ ഓണാക്കി ഇട്ടതിന് ശേഷം മുകളിൽ റിമോട്ട് കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സോ റിമോട്ട് കൺട്രോൾ കുട്ടിക്ക് സ്റ്റുഡൻറ്റിന് നമ്മൾ കൊടുക്കുക. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ കമ്പ്യൂട്ടറിൽ നമ്മുടെ ബൂം കാർഡ്സ് പ്ലേ ചെയ്യാനായിട്ട് പറ്റും. സോ ബൂം കാർഡ്സ് പ്ലേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിമോട്ട് കൺട്രോൾ ഓഫ് ചെയ്യുക, അബോർട്ട് ചെയ്യുക. സോ ഇങ്ങനെയാണ് ഞാൻ ബൂം കാർഡ്സ് യൂസ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്കും സക്സസ്ഫുള്ളായിട്ട് ബൂം കാർഡ്സ് തെറപ്പിയിൽ യൂസ് ചെയ്യാം.